2 നോട്ടിഫിക്കേഷനിലായിട്ട് 3000-ഓളം ഒഴിവുകൾ പോയ പരീക്ഷ. നമസ്കാരം, കോമ്പറ്റീറ്റീവ് ക്രാക്കറിലേക്ക് സ്വാഗതം. പ്രിലിംസിന്റെ 2 ഫേസ് പരീക്ഷ കഴിഞ്ഞു. ഫേസ് 1ഉം ഫേസ് 2ഉം. കുട്ടികളുടെ സംശയം പഠിച്ചു തുടങ്ങണോ വേണ്ടയോ, മെയിൻസിന് പഠിച്ചു തുടങ്ങണോ വേണ്ടയോ. മിക്കവാറും കുട്ടികളെല്ലാം ആൻസർ കീ നോക്കി, മാർക്ക് ഏകദേശം ധാരണയായി. അപ്പോഴും പഠിച്ചു തുടങ്ങണോ വേണ്ടയോ, ഇതാണ് എല്ലാവരുടെയും സംശയം. മെയിൻസിന് പഠിച്ചു തുടങ്ങണോ വേണ്ടയോ. ഇനി പഠിച്ചു തുടങ്ങണമെങ്കിൽ തന്നെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പഠിക്കണോ, കമ്പനി ബോർഡ് അസിസ്റ്റന്റ് പഠിക്കണോ, രണ്ടും പഠിക്കണോ, ഇതെല്ലാം പ്രശ്നങ്ങളാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ, ആർക്കൊക്കെ മെയിൻസ് പഠിച്ചു തുടങ്ങാം എന്നുള്ളത് നിങ്ങളുടെ മാർക്ക് അനുസരിച്ചിട്ടാണ്. അതിൽ തന്നെ കമ്പനി ബോർഡ് എന്ന് പറയുന്ന പരീക്ഷ കഴിഞ്ഞ വട്ടം 2 നോട്ടിഫിക്കേഷനിലായിട്ട് 3000-ഓളം ഒഴിവുകൾ പോയ പരീക്ഷ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ 300-ന് ചുറ്റും നിൽക്കുന്ന പരീക്ഷ, 300 ഒഴിവിന് ചുറ്റും നിൽക്കുന്ന പരീക്ഷ. ഇനി ഒന്ന് ആലോചിച്ച് നോക്ക്, ഏതിനായിരിക്കും കട്ട് ഓഫ് കൂടുതൽ വരിക? യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിനായിരിക്കും കട്ട് ഓഫ് കൂടുതൽ വരിക, കമ്പനി ബോർഡിനായിരിക്കും കട്ട് ഓഫ് കുറവ് വരിക. ഇതുപോലെയുള്ള കാര്യങ്ങൾ അനലൈസ് ചെയ്യുക എന്നുള്ളതാണ് ഈ വീഡിയോയുടെ ഉദ്ദേശം. നമ്മുടെ കേരള PSC ഡിഗ്രി ലെവലിന്റെ പ്രിലിംസ് അനലൈസ് ചെയ്തിട്ട് ഫേസ് 1ഉം ഫേസ് 2ഉം അനലൈസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എത്ര മാർക്ക് ഉണ്ടെങ്കിൽ മെയിൻസ് പഠിച്ചു തുടങ്ങാം, അതാണ് നമ്മൾ ഇന്ന് അനലൈസ് ചെയ്യാൻ പോകുന്നത്. ഇനി ഒന്നാമത്തെ കാര്യം, ഫേസ് 1ഉം ഫേസ് 2ഉം തമ്മിലുള്ള വ്യത്യാസം. ഫേസ് 1 താരതമ്യേന എളുപ്പമെന്ന് പറയുമ്പോൾ ഫേസ് 1ന്റെ പിള്ളേരെല്ലാവരും കൂടി കാടളകി ഇങ്ങോട്ട് വരണ്ട. താരതമ്യേന എളുപ്പമെന്ന് പറയുന്നത് ഫേസ് 2 വെച്ച് നോക്കുമ്പോഴാണ്. ഫേസ് 2 വെച്ച് നോക്കുമ്പോൾ ഫേസ് 1 കുറച്ച് എളുപ്പമാണെന്ന് വേണം പറയാൻ. പ്രത്യേകിച്ച് GK ചോദ്യങ്ങൾ അത്ര കണ്ടങ്ങ് കുഴപ്പിച്ചിട്ടില്ല. സമയം കിട്ടില്ല എന്ന് പറയുന്നവരുണ്ട്. എന്നാലും താരതമ്യേന കാര്യം എന്താ, ഇവിടെ വലിയൊരു പ്രശ്നക്കാരൻ ഇരിപ്പുണ്ട്. ഇതെല്ലാം അട്ടിമറിക്കാൻ കഴിവുള്ള, മറ്റേ നമ്മുടെ ദൃശ്യത്തിൽ പറയുന്ന പോലെ അട്ടിമറിക്കാൻ കഴിവുള്ള അല്ലെങ്കിൽ പ്രശ്നം ഉണ്ടാക്കാൻ കഴിവുള്ള ഒരാളുണ്ട്. ആ ആൾ ആരാ? ഒറ്റ ആളേ ഉള്ളൂ, നോർമലൈസേഷൻ. PSC വ്യക്തമായിട്ട് ധാരണയുണ്ട് എങ്ങനെ നോർമലൈസ് ചെയ്യേണ്ടത് എന്നുള്ളത്. PSC എന്താ ചെയ്യുക? ഫേസ് 1ന്റെ കടുപ്പം നോക്കും, ഫേസ് 2ന്റെ കടുപ്പവും നോക്കും. അത് നോക്കിയിട്ട് രണ്ടും തമ്മിലുള്ള വ്യത്യാസം തീരുമാനിക്കും, കട്ട് ഓഫ് തീരുമാനിക്കും. അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ പിള്ളേരുടെ അഭിപ്രായം മൊത്തം നോക്കി മാർക്ക് എല്ലാം നോക്കി കഴിയുമ്പോൾ ഫേസ് 2വിലുള്ള കുട്ടികൾക്ക് ഫേസ് 1നേക്കാളും ചോദ്യങ്ങൾ കുറവാണ് ചെയ്യാൻ പറ്റിയത്, മാർക്ക് കുറവും. ഫേസ് 1ന് പൊതുവേ ജനറലി മാർക്ക് കൂടുതലുമാണ് കാണുന്നത്. ഒരുപാട് കൂടുതലല്ല, ഒരു 3 to 4 മാർക്കിന്റെ വ്യത്യാസം കാണപ്പെടും. അങ്ങനെ ആവുമ്പോൾ നോർമലൈസേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് എല്ലാം കഴിഞ്ഞ് വരുമ്പോൾ നമുക്ക് കിട്ടുന്ന അനാലിസിസ് ഫേസ് 1 താരതമ്യേന എളുപ്പം. കഴിഞ്ഞ വട്ടത്തെ സെക്രട്ടേറിയറ്റിൽ 2 ഫേസാണ് ഉണ്ടായേ. അപ്പോ ഏകദേശം 8 മാർക്കോളം വ്യത്യാസം ഉണ്ടായി. അത്രയും വരുന്നില്ല ഇവിടെ അത്രയും അന്തരമില്ല. നിങ്ങൾ എല്ലാവരും പറയുന്നത് ശരിയാ, അത്രയും അന്തരമില്ലെങ്കിലും ഒരു 2-3 മാർക്സിന്റെ ബെനിഫിറ്റ്, അല്ലെങ്കിൽ ബെനിഫിറ്റ് എന്ന് പറയാൻ പറ്റില്ല, വ്യത്യാസം ഫേസ് 1ഉം ഫേസ് 2ന്റെ ഇടയിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റുന്നത്. മാത്സ്, ഇംഗ്ലീഷ്, മലയാളം എന്ന് പറയുന്നതല്ല, ഈ GK ആൻഡ് IT എന്ന് പറയുന്നതാണ് കൂടുതൽ പ്രശ്നം ഉണ്ടാക്കിയത്. ഇത് ഫേസ് 2കാർക്ക് കുറച്ച് ഹാർഡായിരുന്നു, കുറച്ച് കമ്പാരിറ്റീവ്ലി ഹാർഡായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അങ്ങനെ വരുമ്പോ കഴിഞ്ഞ വട്ടത്തെ ഡിഗ്രി പ്രിലിംസ് വെച്ച് നോക്കുമ്പോൾ 40 ഈ ഒരു റേഞ്ച് 40-45 റേഞ്ചാണ് ഏകദേശം നമുക്ക് സെക്യൂർ എന്ന് പറയാൻ പറ്റുന്നത്, ഓക്കെ എന്ന് പറയാൻ പറ്റുന്നത്. ഇതിൽ തന്നെ ഇതിപ്പോ ജനറലി പറഞ്ഞു. ഇവിടെ കുട്ടികൾ ചോദിക്കുന്ന സംശയം, സാറേ അപ്പൊ കമ്പനി ബോർഡോ, അപ്പൊ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റോ, അപ്പൊ SIയോ, ഇങ്ങനെയെല്ലാം ചോദിക്കുമ്പോൾ 2 കാര്യങ്ങൾ. ഫസ്റ്റ് പോയിന്റ് നമ്മൾ മനസ്സിലാക്കിയത് എന്താ, നോർമലൈസേഷൻ വെച്ചിട്ട് എന്ത് സംഭവിക്കും, ഈ പറയുന്ന ഫേസ് 1ഉം ഫേസ് 2ഉം തമ്മിലൊരു വ്യത്യാസം വരും, ഉറപ്പാണ് ഒരു വ്യത്യാസം വരും. ഫേസ് 1ഉം ഫേസും 2ഉം തമ്മിലുള്ള വ്യത്യാസം വരും. ഇതിനുപരി എന്തൊരു വ്യത്യാസം കൂടി വരും, കമ്പനി ബോർഡും അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് തമ്മിലും ഒരു വ്യത്യാസം വരും എന്നുള്ളത് എല്ലാവർക്കും അറിയാം. നമുക്കിവിടെ അനലൈസ് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താ, ഒന്നാമത്തെ കാര്യം നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റുന്നത് എന്താ, നിങ്ങൾ ആലോചിക്കുക. ഒന്നാമത്തെ കാര്യം, നിങ്ങൾക്ക് പഠിച്ചു തുടങ്ങാൻ, അതായത് മെയിൻസ് പഠിച്ചു തുടങ്ങാൻ എത്ര മാർക്ക് വേണം, രണ്ടാമത്തെ പോയിന്റ്, ഫുൾ ഫ്ലെഡ്ജ് ആയിട്ട് ഉറപ്പിക്കാൻ, ഞാൻ ഉറപ്പിച്ചു, ഇനി എനിക്ക് ഒന്നും നോക്കാനില്ല, ഇന്ന് മുതലേ പഠിക്കാനിരുന്നു,
അപ്പോൾ ഉറപ്പിക്കാൻ ഈ മെയിൻസ് ഉറപ്പ് കൊടുക്കാൻ എത്ര മാർക്ക് വേണം? ഇങ്ങനെ രണ്ടായിട്ട് നമുക്ക് അനലൈസ് ചെയ്യാം. ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു കണക്കുകൂട്ടലിൽ, നമ്മുടെ ഒരു അനാലിസിസിൽ ഇത്രയും കുട്ടികളോട് സംസാരിച്ച് ഇത്രയും കുട്ടികളോട് മനസ്സിലാക്കിയ രീതിയിൽ ഒരു 40ന്റെ മുകളിലുള്ള ആളുകൾക്ക് എന്ത് ചെയ്യാം? യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിനെ പറ്റി ആലോചിക്കാം. ജനറൽ ടോപ്പിക് പഠിച്ചു തുടങ്ങാം. ഏത് ടോപ്പിക്കാ? ജനറൽ ടോപ്പിക് പഠിച്ചു തുടങ്ങാം. ആ സമയത്ത് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എന്ന് പറയുന്നത് 40 മാർക്കിന്റെ മുകളിലുള്ളവർക്ക് പ്രതീക്ഷിക്കാം. 35 മാർക്കിന്റെ മുകളിലുള്ളവർ എന്ത് ചെയ്യുക? മറ്റതും പഠിച്ചു തുടങ്ങുക. ഏത്? കമ്പനി ബോർഡും പഠിച്ചു തുടങ്ങുക. ഇത് വേസ്റ്റ് കേസാണ്. ഇതിൽ താഴെ പോവില്ല. നിങ്ങൾ ആലോചിക്കേണ്ടത്, ഇതിൽ താഴെ പോവില്ല. ശരിക്കും പറഞ്ഞാൽ ഒരു 38+ ഉള്ളവര് അവിടെ പണിയെടുത്ത് തുടങ്ങുക, നല്ലോണം പണിയെടുത്ത് തുടങ്ങുക. ഇവിടെ ഒരു 45ന് മുകളിലുള്ളവരുടെ ശരിക്കും പണിയെടുത്ത് തുടങ്ങുക. ഇത്രയും വ്യത്യാസമാണ് വരാൻ സാധ്യതയുള്ളത്. അതിന്റെ കാരണം എന്താ? ഇവിടെ 3000+ ഒഴിവുണ്ടായതാ. ഇവിടെ 300ന് ചുറ്റുമാണ് ഒഴിവുള്ളത്. ഓക്കെ, അങ്ങനെ വരുമ്പോൾ എന്താ സംഭവിക്കാൻ പോകുന്നത്? ഇതേ ഇൻറ്റു എത്ര കുട്ടികളെ എക്സാം എഴുതിക്കും ഇവര്? കഴിഞ്ഞ വട്ടം ഏകദേശം 50,000 കുട്ടികളാണ് സെക്രട്ടറി ടെസ്റ്റിന്റെ എഴുതിയത്. 50K കുട്ടികളാണ് സെക്രട്ടറി ടെസ്റ്റൻസ് മെയിൻസ് എഴുതിയത്. ഇവിടെ വരാൻ നേരത്ത് ഇവർക്കൊരു 70,000 80,000 1000 ആൾക്കാരെ എഴുതിപ്പിക്കണമെങ്കിൽ കട്ട് ഓഫ് കുറയ്ക്കണം. ഇവിടെ കട്ട് ഓഫ് കൂടും. കാര്യം എന്താ? ഒഴിവ് കുറവാ. അങ്ങനെ വരുമ്പോ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താ? 40ന്റെ മുകളിൽ മാർക്ക് ഉണ്ടെങ്കിൽ യൂണിവേഴ്സിറ്റി പഠിച്ചു തുടങ്ങുക, 35ന്റെ മുകളിൽ മാർക്ക് ഉണ്ടെങ്കിൽ രണ്ടും പഠിച്ചു തുടങ്ങാം. ഓക്കെ, ഇനി സാറേ ഇതൊക്കെ ചുമ്മാ പറയുന്നല്ലേ നിങ്ങൾക്ക് എന്ത് ഉറപ്പുണ്ട്? ഇവിടെ ഞാൻ ഉറപ്പിക്കുന്നില്ല. ഞാൻ ഉറപ്പിക്കുന്ന അടുത്ത സ്ലൈഡില് 45ന്റെ മാർക്ക് മുകളിലുണ്ടെങ്കിൽ സ്പെഷ്യൽ ടോപ്പിക്കേ പഠിച്ചു തുടങ്ങിക്കോ. ഒന്നും നോക്കണ്ട. മറ്റവർ ജനറൽ ടോപ്പിക്ക് പഠിച്ചു തുടങ്ങിയാൽ മതി. ഇപ്പോഴേ സ്പെഷ്യൽ ടോപ്പിക്ക് പഠിച്ച് നെഗ് അടിക്കണ്ട. ജനറൽ ടോപ്പിക്ക് പഠിക്കുക. ഇനി LDC വരുന്നുണ്ട്, LGS വരുന്നുണ്ട്, അടുത്ത ഡിഗ്രി പ്രിലിമിനറി വരുന്നുണ്ട്, ഇതെല്ലാം വരുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക? തൽക്കാലം ജനറൽ ടോപ്പിക്ക് പഠിച്ചു തുടങ്ങുക. സംഭവിച്ചു പോട്ടെ. തൽക്കാലം ജനറൽ ടോപ്പിക്ക് പഠിച്ചു തുടങ്ങുക. പക്ഷേ ഈ മാർക്കിന്റെ മുകളിലുള്ളവര് ഒന്നും നോക്കണ്ട, പഠിച്ചു തുടങ്ങുക. വേറെ ഒന്നും ആലോചിക്കാനില്ല. നേരെ അങ്ങോട്ട് തുടങ്ങുക എന്നുള്ളത് മാത്രമാണ് അവർ തുടങ്ങേണ്ടത്. 45 മാർക്കിന്റെ മുകളിലുള്ളവര് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പഠിച്ചു തുടങ്ങുക. കഴിഞ്ഞ വട്ടം ഏകദേശം ഇത്ര തന്നെ ബുദ്ധിമുട്ടുള്ള പരീക്ഷയ്ക്ക് 47 ആയിരുന്നു കട്ട് ഓഫ്. ഓക്കെ, 8 മാർക്കോളം നോർമലൈസ് ആയിട്ടുണ്ട്. അതായത് 45ന് മുകളിലുള്ള എല്ലാവർക്കും യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പഠിച്ചു തുടങ്ങാം. 40 മാർക്കിന് മുകളിലുള്ളവർക്ക് എല്ലാവർക്കും കമ്പനി ബോർഡ് അസിസ്റ്റന്റ് പഠിച്ചു തുടങ്ങാം. സമയം തീരെ കളയാനില്ല. ഇനി ഇവിടെ സിലബസിൽ വരുന്ന മാറ്റങ്ങളെല്ലാം മനസ്സിലാക്കി ഇപ്പോഴേ പഠിച്ചു തുടങ്ങാം എന്നുള്ളത് തന്നെയാണ് ഇവിടുത്തെ പോയിന്റ് അല്ലേ? സമയം കളയണ്ട. എല്ലാവരും പ്രൊഫഷണൽ ആൻസർ കീ വെച്ച് നോക്കുക. 45ന് മുകളിലുണ്ടെങ്കിൽ ഇന്നേ പഠിച്ചു തുടങ്ങുക. ഒരുപാട് സമയമൊന്നും കിട്ടാൻ പോകുന്നില്ല. ഫേസ് 3 ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരൊറ്റ കാര്യം ഓർത്താൽ മതി. നിങ്ങളുടെ പേപ്പർ 1 നിങ്ങളിപ്പോൾ റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് ഓർത്താൽ മതി. പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങളുടെ പേപ്പർ 1 നിങ്ങൾ റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് ഓർത്താൽ മതി. പേപ്പർ 2ലേക്ക് കടക്കണമെന്ന് വിചാരിച്ചാൽ മതി. പക്ഷെ ഫേസ് 1ഉം 2ന്റെ ആൾക്കാർക്ക് കിട്ടാൻ പോകുന്ന പണി എന്താ? അവര് സ്പെഷ്യൽ ടോപ്പിക്ക് പഠിച്ചു തുടങ്ങണം. കാര്യം മറ്റോ ഫേസ് 1 അവന്റെ പേപ്പർ 1 ഓൾറെഡി ഇരിപ്പുണ്ട്. ഫേസ് 3 എഴുതുന്നവൻ പേപ്പർ 1 പഠിച്ചുകൊണ്ടേയിരിക്കുക, ജനറൽ ടോപ്പിക്ക് പഠിച്ചുകൊണ്ടേയിരിക്കുക. അവന്റെ മനസ്സിലതുണ്ട്. അവൻ ആ ഒരു എഡ്ജ് കിട്ടും. അവൻ സ്പെഷ്യൽ ടോപ്പിക്ക് എക്സാം കഴിഞ്ഞിട്ട് പഠിച്ചാലും മതി. നിങ്ങൾ രണ്ടും പഠിക്കാതെ കൈയും കിട്ടിയിരിക്കുക. നിങ്ങളിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല. നിങ്ങൾ സ്പെഷ്യൽ ടോപ്പിക്കും പഠിച്ചു തുടങ്ങുക, മറ്റ് എക്സാം പഠിച്ചു തുടങ്ങുക. വ്യക്തമായ സിലബസോട് കൂടി വേണം പഠിച്ചു തുടങ്ങാൻ. കഴിഞ്ഞ വട്ടത്തെ സെക്രട്ടേറിയറ്റ് എക്സാം എഴുതിയ ഒരാളെന്ന നിലയിൽ ഞാൻ പറയാം, കഴിഞ്ഞ വട്ടം ഡിസൈഡിങ് ഫാക്ടർ ജനറൽ ടോപ്പിക് ആയിരുന്നു. ഏതായിരുന്നു? ജനറൽ ടോപ്പിക് ആയിരുന്നു. കാര്യം എന്താ? സ്പെഷ്യൽ ടോപ്പിക്കിന്റെ പേപ്പർ കമ്പാരിറ്റീവ്ലി ഈസി ആയിരുന്നു. അവിടെ എല്ലാ പിള്ളേരും സ്കോർ ചെയ്തത്. ഇവിടെയാണ് പിള്ളേർ ബുദ്ധിമുട്ടിയത്. അതുകൊണ്ട് രണ്ടിനും ഈക്വൽ പ്രാധാന്യം കൊടുക്കുക. ജനറൽ പേപ്പറിന് പ്രാധാന്യം കുറച്ച് കൊടുത്തു കഴിഞ്ഞാൽ പണി കിട്ടും. പേടിക്കണ്ട, പണി കിട്ടും. എല്ലാവർക്കും പണി കിട്ടും. കഴിഞ്ഞ തവണ കിട്ടിയതാ. ഓക്കെ, സോ എല്ലാവരും എന്ത് ചെയ്യുക? വ്യക്തമായിട്ടൊരു സ്റ്റഡി സ്ട്രാറ്റജി വെച്ചിട്ട് തന്നെ പഠിക്കാൻ തുടങ്ങുക. സിലബസിൽ വരുന്ന മാറ്റം ഒരു ക്ലാസ് ആയിട്ട് അടുത്ത ദിവസം ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നുണ്ടാവും. കമ്പനി ബോർഡിന്റെ സിലബസ് എങ്ങനെ, യൂണിവേഴ്സിറ്റി ടെസ്റ്റിന്റെ സിലബസ് എങ്ങനെ, അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നുണ്ടാവും. അടുത്തൊരു വീഡിയോയിൽ കാത്തിരിക്കുക. കമന്റ് ചെയ്യുക. സിലബസിലെ മാറ്റങ്ങൾ അറിയണമെങ്കിൽ കമന്റ് ചെയ്യുക. ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നുണ്ടാവും. ഇനി ഈ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ആയാലും ഈ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ആയാലും
ഒരു ലക്ഷ്യം മുൻനിർത്തി ഒരു എക്സ്പേർട്ട് മെന്ററുടെ സഹായത്തോടുകൂടി വെറുതെ ലൈവ് ക്ലാസ് കാണാന്നുള്ളതല്ല, വെറുതെ റെക്കോർഡഡ് ക്ലാസ് കാണാന്നുള്ളതല്ല, ഇത് രണ്ടും ഒരുപോലെ ഉപയോഗിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ചില ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചെന്ന് ചേരുമ്പോൾ അവിടെ കുറേ റെക്കോർഡഡ് ക്ലാസ് ഉണ്ടാവും, ലൈവ് ഉണ്ടാവില്ല. വേറെ കുറേ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അവിടെ ലൈവ് ക്ലാസ് കുറേ ഉണ്ടാവും, റെക്കോർഡഡ് ക്ലാസ് ഉണ്ടാവില്ല. കാര്യം ലൈവ് ക്ലാസ് കൊണ്ട് മാത്രം പഠിപ്പിച്ച് തീർക്കാനൊന്നും പറ്റില്ല 3 മാസം കൊണ്ട്. നമുക്ക് വേണ്ട ഇത് രണ്ടിൻ്റെയും ഈക്വൽ ആയിട്ടുള്ള സാധനം. റെക്കോർഡഡ് ക്ലാസ് ഒരു സ്ഥലത്ത് നിൽക്കുമ്പോൾ ലൈവ് ക്ലാസ് ഇപ്പുറം നടക്കുമ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനും കണ്ടന്റും നമുക്ക് എവിടെ നിന്ന് കിട്ടും? ലൈവ് ക്ലാസ്സിൽ നിന്നും കിട്ടും. ബാക്കി എല്ലാ സാധനവും, ബാക്കി കൂമ്പാരം പോലെ ഇൻഫർമേഷൻ എവിടെ കിടപ്പുണ്ട്? റെക്കോർഡഡ് ക്ലാസ്സിലും കിടപ്പുണ്ട്. ഇതിൻ്റെ ഇടയിൽ ഒരു മെൻറ്റർ ഉണ്ട്, എന്ത് എവിടെ നിന്ന് ഇട്ട് തരണം എന്ന് പറയാൻ പറ്റുന്ന ഒരു മെൻറ്റർ ഉണ്ടെന്ന് വിചാരിക്കുക. മോക്ക് ടെസ്റ്റുകൾ ചെയ്യാൻ നിങ്ങളുടെ കൂടെ ആളുണ്ട്, മോക്ക് ടെസ്റ്റുകൾ പറഞ്ഞു തരാൻ ആൾക്കാരുണ്ടെന്ന് വിചാരിക്കുക. വേറെ എന്താ വേണ്ടത്? അതാണ് വേണ്ടത്. 3 മാസവും ഈ പറയുന്ന കാര്യങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിൽ കമ്പനി ബോർഡ് ആയിക്കോട്ടെ, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ആയിക്കോട്ടെ, കൈവെള്ളയിലാവുന്നതേ ഉള്ളൂ. ഇവിടെ നമുക്ക് സിലബസ് കവർ ചെയ്യാം, സ്പെഷ്യൽ ടോപ്പിക് കവർ ചെയ്യാം, മോക്ക് ടെസ്റ്റ് എടുക്കാം, ലൈവ് റെക്കോർഡ് ക്ലാസ് എടുക്കാം, PDF നോട്ട് എടുക്കാം, മെന്റർഷിപ്പിന് സഹായം എടുക്കാം. ഇത്രയും കാര്യങ്ങളോട് കൂടി തന്നെയായിരിക്കും ക്ലാസ്സുകൾ പോവുക. ഇതിൽ കമ്പനി ബോർഡ് എന്ന് പറയുന്ന ഒരാളെ ചെറുതായി കാണരുത്. കഴിഞ്ഞ കൊല്ലം ഡിഗ്രി എഴുതിയവരും കഴിഞ്ഞതിന് മുന്നത്തെ കൊല്ലം ഡിഗ്രി എഴുതിയവർക്കൊന്നും ഈ ഒരു സാധനം കിട്ടിയിട്ടില്ല. കാര്യം എന്താ? 3000 ഒഴിവുകൾ എന്ന് പറയുന്ന ഒരു സാധനം ജോലി ലിസ്റ്റിൽ 1000-ൽ വരാന്ന് വെച്ചാൽ അത്ര വലിയ ഹിമാലയൻ ടാസ്ക് ഒന്നുമല്ല. മര്യാദയ്ക്ക് പഠിച്ചാൽ ലിസ്റ്റിൽ 1000-ൽ വരാവുന്നതേ ഉള്ളൂ. 1000-ൽ വന്നാൽ ജോലി 100%. കമ്പനി ബോർഡിന്റെ സമയത്തുള്ള 100%. പ്രിലിംസിന്റെ കട്ട് ഓഫും കുറവാ. എന്തിനാ കാത്തിരിക്കുന്നത്? പഠിച്ചു തുടങ്ങുക, സമയം കളയാതിരിക്കുക. ഈ മോളിൽ കാണുന്ന നമ്പറിൽ വിളിക്കുക. ഈ പറയുന്ന ബാച്ചുകളെല്ലാം ഇപ്പോഴേ ലൈവ് ആണ്. ലൈവ് ക്ലാസ്സുകൾ എത്രയും പെട്ടെന്ന് തുടങ്ങാൻ പോവുകയാണ്. താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് ഈ മോളിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഇനിയും സിലബസ് വീഡിയോസ് ആയിട്ടും ബാക്കി വീഡിയോസ് ആയിട്ട് നമുക്ക് ഇനിയും കാണാം. താഴെ കാണുന്ന ഫ്രീ ഗ്രൂപ്പിൽ എല്ലാവരും ജോയിൻ ചെയ്യുക. അവിടെയും കണ്ടന്റുകളും അപ്ഡേറ്റുകളും വരുന്നുണ്ടാവും. എല്ലാവർക്കും എൻ്റെ ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു.